ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ്സിൽ ഹമാസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ റീഗ്രൂപ്പിങ്ങിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇസ്രായേലും അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. നെതന്യാഹു ഇന്ന് ഒരു ചെറിയ സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്പീച്ചിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹമാസിൻ്റെ താല്പര്യം, അതായത് ഹമാസ് ഈ സീസ് ഫയർ ഡീലിൽ ഒട്ടാകെ ദോഹയിൽ പോയിട്ട് സംസാരിക്കുന്നതെല്ലാം തന്നെയും അവർക്ക് IDF ഗാസയിൽ നിന്ന് പുറത്തു പോകണം. അതാണ് അവരുടെ പ്രധാനപ്പെട്ട റിക്വസ്റ്റ്. നെതന്യാഹു പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലെറ്റ് ദം റീഗ്രൂപ്പ്, ഹമാസ് റീഗ്രൂപ്പ് ചെയ്യട്ടെ, IDFനെ കൺഫെന്റ് ചെയ്യട്ടെ, എവിടെ ഗാസയിൽ വെച്ചിട്ട് കൺഫെന്റ് ചെയ്യട്ടെ. അങ്ങനെ കൺഫെന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവർ ഇത്ര നാളും ഇങ്ങനെ ഒളിപ്പോരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒളിപ്പോരല്ല വേണ്ടത്, നേരിട്ട് വന്ന് യുദ്ധം ചെയ്യട്ടെ, IDFുമായിട്ട് അവർക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് നോക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മതി സീസ് ഫയർ ഡീൽ. അങ്ങനെ ഒരു തീരുമാനമാണ് ഇസ്രായേലിന്റെ ഗവൺമെന്റിന്റെ പക്കൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നെതന്യാഹു ഒരു ചെറിയ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മീറ്റിംഗ്. ആ മീറ്റിംഗിൽ സംസാരിച്ചത് മെയിൻ ആയിട്ടും ഗാസയുടെ പുതിയ മാപ്പ്, അതിനെക്കുറിച്ചാണ് ഡിസ്കഷൻ ഉണ്ടായത്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ എക്സ്പാൻഷൻ, അതായത് ഇസ്രായേൽ സിറിയയുടെ ഭാഗത്ത് എക്സ്പാൻഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പാൻഷൻ, അതുപോലെ തന്നെ ഈ ഗാസയിൽ പുതിയതായിട്ട് IDF ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ഇസ്രായേലിന്റെ മാപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിസ്കഷൻ നടത്തിയത്. തീർച്ചയായിട്ടും ഹമാസിനെ എലിമിനേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ ആ ഒരു അവസരം കൃത്യമായി ഇതിന് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇസ്രായേൽ ഗവൺമെന്റ്. ഹമാസ് ഇപ്പോൾ റീഗ്രൂപ്പ് ചെയ്ത് മാളത്തിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചായിട്ട്. പക്ഷേ എന്തായാലും IDFന്റെ എയർ സ്ട്രൈക്കിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. ഇന്നലെ നമ്മൾ കാണിച്ചിരുന്ന വീഡിയോയിൽ ബെയ്ത് ഹാനൂനിൽ നടന്ന ഒരു ആക്രമണത്തിൽ 54 പേരോളം കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത്. ഇതിനകത്ത് ഇപ്പം സിവിലിയൻ ആണെന്ന് ഹമാസിനോട് ചോദിച്ചാൽ സിവിലിയൻ ആണെന്ന് പറയും. പക്ഷേ IDFന്റെ നിരീക്ഷണത്തിൽ അവരെല്ലാം തന്നെ തീവ്രവാദികളാണ്. കാരണം ആ സ്ഥലം ഒഴിപ്പിച്ചിരുന്ന സ്ഥലമാണ്. ഇതിന് മുമ്പേ IDF വാണിംഗ് കൊടുത്ത് ലീഫ്ലെറ്റുകളൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ ഒഴിപ്പിച്ചതാണ് സിവിലിയൻസിനെ. പിന്നെ അവിടെ സിവിലിയൻസിന്റെ ആവശ്യമില്ല. പിന്നെ ഈ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഹമാസിന്റെ കുടുംബങ്ങളിൽപ്പെട്ട സിവിലിയൻസ് അവിടെ ഉണ്ടെങ്കിൽ അതിന് IDFോ അല്ലെങ്കിൽ ഇസ്രായേലോ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ബെയ്ത് ഹാനൂനിൽ മാത്രം 35 ഹമാസ് ടെറർ ടാർഗറ്റുകളാണ് അച്ചീവ് ചെയ്തത്. 35 ടെറർ പോയിന്റുകളാണ്, ഹമാസിന്റെ 35 ടെറർ പോയിന്റുകളാണ് ഇന്നലെ ഇസ്രായേൽ ബെയ്ത് ഹാനൂനിൽ അറ്റാക്ക് ചെയ്തത്. അതിൽ വെപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടായിരുന്നു, മിസൈൽ സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അവരുടെ ടണൽ നെറ്റ്വർക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ 2 IDF സോൾജേഴ്സ് ഹെവിലി വൂണ്ടഡ് ആണ്, അതും കൂടി വാർത്തയായിട്ട് വരുന്നുണ്ട്. അത് ഇന്നലെ സംഭവിച്ചതാണ്. ആണെങ്കിൽ ബൂസ്റ്റ് ഗാസയുടെ എയ്ഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ മീറ്റിംഗും തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ജോർദാനും ഈജിപ്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഇസ്രായേലുമായിട്ട്. യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തിൽ നിന്ന് ഖാജ ഖല്ലാസ് അവരും കൂടി ഈ ഒരു എയ്ഡ് സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു മീറ്റിംഗിൽ. അപ്പോൾ എന്നാൽ കരീം ശാലം ഗേറ്റ് വഴി മാത്രമാണ് ഈ ഒരു എയ്ഡ് തുറന്നു വിടാനുള്ള പദ്ധതി അവർ രൂപം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ എയ്ഡ് ട്രക്കുകൾ ഇനി വരും ദിവസങ്ങളിൽ വരും. ഇത് ഇസ്രായേലിന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഗിഡിയോൺ ഇതിനെക്കുറിച്ച് ഈ ഖാജ ഖല്ലാസുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. പറയുന്നത് ഒരു സൈഡിൽ എയ്ഡ് കൊടുക്കുക, മറ്റൊരു സൈഡിൽ ഹമാസിനെ തച്ച് തകർക്കുന്ന ദിവസം, അതായത് കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ദോഹയിൽ സീസ് ഫയർ ഡീൽ പുരോഗമിക്കാന്ന് പറഞ്ഞാൽ ഒരു രീതിയിലുള്ള മുന്നോട്ട് പോകും നടന്നിട്ടില്ല. സ്റ്റീവ് വിറ്റ്കോഫ് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ ഒരു 0.5% പോലും ഇതുവരെ ഒരു പോസിറ്റീവ് നോട്ട് കിട്ടിയിട്ടില്ല സീസ് ഫയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഒരു പോയിന്റ് സംസാരിച്ച് ഒരു പോയിന്റിലേക്ക് ഒതുങ്ങുമ്പോൾ അടുത്ത പോയിന്റുമായിട്ട് വരികയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഗാസയുടെ മാപ്പായിരുന്നു പ്രശ്നം. അതായത് എവിടെയാണ് IDFന്റെ വിഡ്രോവൽ ഏതുവരെ ഉണ്ടാവും എന്നതിനെ കുറിച്ചായിരുന്നു തർക്കം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ IDF പൂർണ്ണമായിട്ടും ഗാസയിൽ നിന്ന് പോകണം എന്നുള്ള നിലയിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സീസ് ഫയർ ഡീൽ മുന്നോട്ട് പോവില്ല എന്ന് നമുക്ക് തോന്നുന്നത്. ഇല്ല, കാരണം ട്രംപിന് തന്നെ അറിയാം ഈ ഇസ്രായേൽ ഗാസ വിഷയം ട്രംപ് ഒരു വാക്കിൽ അങ്ങ് നിർത്താൻ പറ്റുന്ന വിഷയമല്ല എന്നുള്ളത് ട്രംപിന് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ കിടന്ന് ഇഴയുന്നത്. ഇത് ഇറാൻ ഇസ്രായേൽ ആ ഒരു യുദ്ധം നിർത്തിയതുപോലെ അല്ല. അങ്ങനെ ഒരു ഫോഴ്സ് ഉപയോഗിച്ച് ട്രംപിന് ഇതിനകത്ത് നിർത്താൻ പറ്റില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IDF ഉദ്യോഗസ്ഥരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് IDFന്റെ വെഹിക്കിൾ 2 വെഹിക്കിൾ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ഒരു ബ്ലാസ്റ്റ് പ്രീ പ്ലാൻ ചെയ്തിരുന്നു ഹമാസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് സമയം തെറ്റിയത് കൊണ്ട് തന്നെ ജീപ്പ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ ബ്ലാസ്റ്റ് സംഭവിക്കുന്ന രംഗമാണ് നിങ്ങളിവിടെ കാണുന്നത്. IDF സോൾജേഴ്സ് ഈ 2 വാഹനങ്ങളിലായിട്ട് കടന്നു വരുന്നുണ്ട്. ആ കടന്നു വരുന്നത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവിടെ ഒരു ബ്ലാസ്റ്റ് പ്രീ പ്ലാൻ ചെയ്തതാണ്. അത് പണി പാളിപ്പോയി ഹമാസിൻ്റെത്. ഈ ഒരു ബ്ലാസ്റ്റ് പ്രീ പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു ഹമാസ് തീവ്രവാദിയെ IDF വധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അറബ് ഡിപ്ലോമാറ്റ്സ്, ഞാൻ പറഞ്ഞല്ലോ ഈ അബ്രഹാം ഷീൽഡുമായിട്ട് നടക്കുന്ന കുറച്ച് അറബ് ഗ്രൂപ്പുകളുണ്ടല്ലോ, അവരുടെ ഡിപ്ലോമാറ്റ്സ് ഒക്കെ വന്നിട്ട് ഇപ്പോൾ പറയുന്നത് അവർ ഭീഷണിപ്പെടുത്തുകയാണ് ഇസ്രായേലിനെ. അതായത് ഫ്യൂച്ചറിൽ വിള്ളൽ ഉണ്ടാക്കും. ഏതിലാണ്? അബ്രഹാം അക്കോർഡിൽ. ഗാസയിൽ നിന്നും IDF ട്രൂപ്പിനെ വിഡ്രോ ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള അബ്രഹാം അക്കോർഡിൽ വിള്ളൽ വരും എന്നാണ് ഈ അറബ് രാജ്യങ്ങളുടെ ഡിപ്ലോമാറ്റ്സ് ഭീഷണിപ്പെടുത്തുന്നതായിട്ടാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് വാർത്ത വരുന്നത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം അക്കോർഡ് ഒരു വിഷയമേ അല്ല. ഈ 1948 മുതൽ, അതിന് മുമ്പായാലും ശരി, 1948 മുതൽ ഇതുവരെ ഈ ദിവസം വരെ അബ്രഹാം അക്കോർഡിനെ വിശ്വസിച്ചല്ല, അല്ലെങ്കിൽ അബ്രഹാം അക്കോർഡിനെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇങ്ങനെ 2020 ഒരു അബ്രഹാം അക്കോർഡ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് അവിടെ ഫോം ചെയ്ത് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പാണ് എന്ന് അറബ് രാജ്യങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ
അത് വെറും തെറ്റിദ്ധാരണയാണെന്നാണ് നെസറ്റിന്റെ ഉള്ളിൽ നെതന്യാഹു പറഞ്ഞു വെച്ചത്. അബ്രഹാം അക്കോർഡ് മ്യൂച്വൽ ആണ്, ഇറ്റ്സ് മ്യൂച്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് അബ്രഹാം അക്കോർഡിനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യാം, ഇനി കാലാകാലങ്ങളിൽ ഇങ്ങനെ ഹമാസിനെ ഒരു ഇസ്രായേലിന്റെ തൊട്ടടുത്ത് ഒരു ചുമരിന്റെ തൊട്ടപ്പുറത്ത് നിർത്തിക്കൊണ്ട് എല്ലാ കാലങ്ങളും ഇസ്രായേലിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇസ്രായേലിന്റെ ജനങ്ങളെ ഉപദ്രവിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ IDF ഇന്നലെ 9 ഹമാസിന്റെ റാങ്കിംഗ് ഉദ്യോഗസ്ഥർ, അതുപോലെ ഇസ്ലാമിക് ജിഹാദിൽപ്പെട്ട ആൾക്കാർ, ഈ ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിൽപ്പെട്ട ആൾക്കാരും 9 കമാൻഡോസിനെ വധിച്ചിട്ടുണ്ട് ഇന്നലെ IDF. ഈ 9 പേരുടെയും പേര് വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും യാതൊരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ കമാൻഡോസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കാരണം 9 പേര് വരുന്നെങ്കിൽ അടുത്ത 9 പേര് വീണ്ടും വരും. അപ്പൊ ഇങ്ങനെ കമാൻഡോസ് പല പല റെസ്പോൺസിബിലിറ്റി ഉള്ള കമാൻഡോസ് ആണ് ഇങ്ങനെ ആദ്യം വരുന്നത്. 9 ഹമാസ് തീവ്രവാദികളെ ഇന്നലെ IDF വധിച്ചിട്ടുണ്ട്. ഇവരൊക്കെ സീനിയർ കമാൻഡോ പോസ്റ്റിലുള്ള ആൾക്കാരാണ്. ഈ സീനിയർ കമാൻഡോ പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വലുതായിട്ടൊന്നും വിചാരിക്കേണ്ട. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പഴുത്ത പഴങ്ങളായിട്ടുള്ള സീനിയേഴ്സിനെ എല്ലാം തന്നെ IDF തട്ടിക്കളഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വലിയ പരിചയമൊന്നും ഇല്ലാത്ത വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സീനിയർ കമാൻഡോസ് എന്നൊക്കെ ഇപ്പോഴൊക്കെ വിളിക്കുന്നത്. പിന്നെ ഒരു സംഭവം ഇപ്പുറത്ത് നടക്കുന്നുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ സിറിയയിൽ ഡ്രൂസ് കമ്മ്യൂണിറ്റി, അതായത് അവിടുത്തെ ട്രൈബൽ ഗ്രൂപ്പാണ്. ബെദോവിയൻ എന്ന് പറഞ്ഞ ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട്. അത് ഈ സിറിയ ഭാഗത്ത് തന്നെയാണ്. അവര് ശരിക്കും ഈ ബെദോവിയൻ എന്ന് പറയുന്നത് അവർ സിറിയയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് സിറിയയ്ക്ക് വേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് ഈ IS തീവ്രവാദികളുമായിട്ട് ബന്ധമുണ്ട് ഈ ബെദോവിയൻ ഗ്രൂപ്പിന്. അപ്പൊ ഈ ട്രൈബ്സ് ശരിക്കും ഡ്രൂസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു ഫൈറ്റ് 2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിന്റെ ഒരുപാട് ഫൂട്ടേജസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിലെ 18 കാഷ്വാലിറ്റി, 18 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് 2 ഗ്രൂപ്പിലായിട്ട്. ഇതിൽ ഡ്രൂസ് കമ്മ്യൂണിറ്റി ഓൾമോസ്റ്റ് കുറെ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതിനകത്ത് ഒരു പോസിറ്റീവ് പോയിന്റ് ഇസ്രായേലിന് വരുന്നത് IDF തീർച്ചയായിട്ടും ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ IDFന്റെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, മിലിറ്ററി ഔട്ട് പോസ്റ്റ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ബെദോവിയനെ തടയുന്നുണ്ട് IDF. അപ്പോൾ അതിലൂടെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ബെദോവിയൻ ട്രൈബൽ ഗ്രൂപ്പിന്റെ സ്ഥലം കൂടി ഈ സിറിയയുമായിട്ട് ഒരു നെഗോസിയേഷൻ ടോക്ക്, അതായത് സിറിയയുമായിട്ട് ഈ ബോർഡറിനെ ചൊല്ലിയുള്ള ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഈ ഇപ്പൊ പിടിച്ചെടുക്കുന്ന ഈ ബെദോവിയൻ ആ ഒരു വില്ലേജ് ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. ഈ ബെദോവിയൻ ഗ്രൂപ്പിലേക്ക് പെട്ട ആ സ്ഥലങ്ങളും കൂടി ഇസ്രായേലിന്റെ അണ്ടറിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ബെദോവിയൻ ഗ്രൂപ്പ് അസാദ് ഭരണകൂടം ഭരിച്ചിരുന്ന സമയത്ത് ഇവരെ കയറി പിടിച്ചതാണ് ഈ ഡ്രൂസുകളുടെ സ്ഥലം. അപ്പൊ ആ ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ സ്ഥലമാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർ റിക്കവർ ചെയ്തെടുക്കുന്നത്. ഗോലാൻ ഹൈറ്റ്സിൽ നിന്നും കുറച്ചുകൂടെ അങ്ങോട്ട് സ്ഥലം എക്സ്ട്രാ ഇസ്രായേലിന് കിട്ടും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഹമാസ് വളരെ ഡോമിനേറ്റഡ് ആയിട്ടാണ് ഇസ്രായേലിനെതിരെ പൊരുതുന്നത് എന്നുള്ള നിലയിലുള്ള ഫേക്ക് നെറേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. അവിടെ ഒരു രീതിയിലുള്ള പ്രതിരോധവും അവിടെ ഹമാസ് കാഴ്ചവെക്കുന്നില്ല. ഓൺലി ഓടി ഒളിക്കൽ, അതാണ് അവിടെ നടക്കുന്നത്. എല്ലാവർക്കും അറിയാം ഹമാസിന് അവിടെ എയർ സ്ട്രൈക്കോ എയർ സുപ്പീരിയോറിറ്റിയോ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന പോലെ അറ്റാക്കോ നടത്താനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അവർ ആകെ കൂടെ കയ്യിൽ വെച്ച് വിടുന്ന ഒരു റോക്കറ്റ് ലോഞ്ചർ വെച്ചിട്ടാണ് അവർ തോളത്ത് വെച്ച് ഈ പരിപാടി മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുപരിയായിട്ട് അവർ എവിടെയെങ്കിലും പോയി ബോംബ് കുഴിച്ചിടും. ആ കുഴിച്ചിടുന്ന സെറ്റപ്പാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് അത്ര വിജയകരമായിട്ട് IDFനെ നേരിടാൻ ഹമാസിന് സാധിക്കില്ല. എന്തായാലും ഹമാസ് റീഗ്രൂപ്പ് ചെയ്ത് പുറത്തു വരട്ടെ എന്ന് തന്നെയാണ് IDF കാത്തിരിക്കുന്നത്. 1-2 IDF സോൾജേഴ്സിന് തീർച്ചയായിട്ടും ഒരു യുദ്ധമാണ്, കൺഫ്രന്റേഷൻ നടക്കുമ്പോഴത്തേക്കും ധീരതയോട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും 1-2 ജീവഹാനി സംഭവിച്ചേക്കാം. അത് ആസ് യൂഷ്വൽ, അത് യുദ്ധമാകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വാലിറ്റീസ് ഉണ്ടാവും. പക്ഷെ എന്തായാലും IDF തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഡോമിനേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത്തരം യുദ്ധങ്ങൾ നടക്കുന്ന സമയത്തും IDF ഒരിക്കലും അവരുടെ ആ ഒരു മൊറാലിറ്റി കൈവെടിയുന്നില്ല. അവർ തീർച്ചയായിട്ടും എയ്ഡൊക്കെ ഉറപ്പുവരുത്തുന്നുണ്ട്. ജനങ്ങൾക്ക് മുൻകൂട്ടി തന്നെ അറിയിപ്പ് കൊടുത്ത് അവരെ ആ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ട് അവനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവൻ ടെന്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടുകാരുടെ തൊട്ടടുത്തോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരുമായിട്ടൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അവിടെ കൊലാറ്ററൽ ഡാമേജ് എന്നുള്ള പേരിൽ സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടാകും. ഇതും കൂടി IDF പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.